ഹേ എവ്രി വൺ, നമുക്കിന്നൊരു പെരി പെരി ചിക്കൻ പിക്കിൾ ഉണ്ടാക്കിയാലോ. നല്ല സ്പൈസി ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അതിന് ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കനാണ്. അത് കട്ട് പീസ് ആക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ പെപ്പർ, 1 ടേബിൾ സ്പൂൺ ടേമറിക്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പ്. നമ്മളെടുക്കുന്ന ചിക്കൻ അളവിനനുസരിച്ച് ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഇനി നല്ല രീതിക്ക് മിക്സ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചിക്കൻ്റെ റെസ്റ്റിങ് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു വേറെ പാൻ എടുത്തിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് നമുക്കിനി ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ വറുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് ചിക്കൻ വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ചിക്കൻ പൊരിച്ച ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ എക്സ്ട്രാ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കടുക്, നമുക്ക് ആവശ്യത്തിന് വേണ്ട കടുകും, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 3 വെളുത്തുള്ളിയും ഒരു ആവശ്യത്തിനുള്ള സൈസുള്ള ഒരു ഇഞ്ചിയും കൂടെ എടുത്തിട്ടാണ് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. ഞാനൊരു പച്ചമണം മാറി വരുമ്പോഴേക്കും അതിലൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സ്പൈസിന് വേണ്ടി നിങ്ങളുടെ സ്പൈസിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉലുവ പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ചിക്കൻ പെരി പെരി പിക്കിളായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വറ്റൽ മുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പിലയും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് 1 കപ്പ് സുറുക്കയാണ്, സുറുക്ക അല്ലെങ്കിൽ വിനാഗിരി. ഇനി ഇതിലോട്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും കൂടെ ഇതിലിട്ടിട്ട് നല്ല രീതിക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സായി ഏകദേശം ഇതൊന്ന് തിളച്ച് വരുന്ന പരിവാകുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിന് കായപ്പൊടിൻ്റെ അളവ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു നല്ല ഫ്ലേവർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ശർക്കര ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ നല്ല രീതിക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതും ചെക്ക് ഇറ്റ് ഔട്ട് ചെയ്യണം. ഇതെൻ്റെ അമ്മൻ്റെ റെസിപ്പിയാണ്. Thanks for watching. Do subscribe, press the bell icon. We'll meet for the next video.